സർക്കാർ ഉദ്യോഗസ്ഥരെ സമൂഹം വെറുക്കുന്ന അവരുടെ സാലറി കണ്ടുള്ള അസൂയ കൊണ്ടല്ല, അത്രയും സാലറി വാങ്ങി അതിനുശേഷവും കിമ്പളത്തിന് കൈനീട്ടുന്നതുകൊണ്ടാണ്. നാഷണൽ 1-1 ഈ കിമ്പളത്തിന് കൈനീട്ടി നിങ്ങൾ പറഞ്ഞു ശരിയാണ്. ഈ സർക്കാർ ഉദ്യോഗസ്ഥരിൽ എത്ര പേര് കിമ്പളത്തിന് കൈനീട്ടുന്നു, കിമ്പളം കിട്ടുന്നു എന്നുള്ള ഒരു ചോദ്യം കൂടി നിങ്ങൾ ആലോചിക്കും. സർക്കാർ സർവീസിൽ ശരിയാണ്, ചില വാർത്തകളും കാര്യങ്ങളും കാണുമ്പോൾ അത് മൊത്തത്തിൽ സർക്കാർ സർവീസ് എല്ലാം അങ്ങനെയാണ് എന്നുള്ള ധാരണയിലാണ് നമ്മൾ പോകുന്നത്. പക്ഷെ അങ്ങനെയല്ല. നിങ്ങൾ ഒരു കാര്യം പറയാം, സർക്കാർ സർവീസിൽ ഏറ്റവും കൂടുതലുള്ള അധ്യാപകരാണ്. അധ്യാപകർ എന്തായാലും അധ്യാപകരായിട്ട് പോകുന്നവരൊന്നും കൈക്കൂലി കിട്ടിയാൽ പൊളിക്കാത്തവരാണ് എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ അവർക്ക് അവസ്ഥയില്ലല്ലോ, അവർക്ക് പൈസ കിട്ടാനായിട്ടുള്ള അവസരമില്ലല്ലോ. മഹാഭൂരിപക്ഷം അധ്യാപകരല്ലേ. കയ്യിൽ നിന്ന് പൈസ ഇടുന്നവർ ഇപ്പൊ തന്നെ പിള്ളേർക്ക് അതാണ്ട് ബസ് ഫീസ് ഒക്കെ കൊടുത്ത് പഠിപ്പിക്കുകയാണ് അല്ലേ. അവിടെ ഗിരീഷിന്റെ വൈഫ് ജോലി ചെയ്യുന്ന ഒരു ഗവൺമെന്റ് പ്രൈമറി സ്കൂൾ അല്ലേ, UP സ്കൂൾ അല്ലേ, അവിടുത്തെ പിള്ളേരുടെ യൂണിഫോം, അവരുടെ ബസ് വണ്ടി, അതിനുള്ള ചിലവ് ഇവരങ്ങനെ ശമ്പളത്തിൽ കൊടുത്തോണ്ടിരിക്കുകയാണ്. അവരങ്ങോട്ട് ചെയ്യുകയാണ്. അതാണ് അധ്യാപകരാണ് മഹാഭൂരിപക്ഷം സർക്കാർ ജീവനക്കാർ. എൻ്റെ ഒരു അസസ്മെന്റ് ശരിയാണെങ്കിൽ 1.5 ലക്ഷം മാത്രമേ ഉള്ളൂ ഈ ക്ലറിക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് ഒക്കെ എത്ര ഉണ്ടാവും. ബാക്കി വരുന്നൊരു 3.5 ലക്ഷം അധ്യാപകരായിരിക്കും എന്നാണ് ഞാനൊരു റഫ് എസ്റ്റിമേറ്റ് പറയുന്നത്. ഈ 3.5 ലക്ഷം പേര്, അതായത് 70% വരുന്ന ആളുകൾക്ക് കൈക്കൂലി വാങ്ങിക്കാൻ ഒരു അവസ്ഥയില്ല, ഒരു ഇതുമില്ല. അവർ നല്ല മനുഷ്യരാണെന്നാണ് ഞാൻ പറയുന്നത്. അവർക്ക് അതിനുള്ള വെള്ളം ഇല്ലാത്തടത്ത് മുങ്ങാൻ പറ്റില്ലല്ലോ ഇനി ആര് വിചാരിച്ചാലും. പിന്നെ ബാക്കിയുള്ള സർവീസിലും ഈ അഴിമതിക്ക് സാധ്യതയുള്ള സർവീസ് വളരെ വളരെ കുറച്ച് ഡിപ്പാർട്ട്മെന്റുകളിലേ ഉള്ളൂ. അവിടെയും പ്രശ്നം ഇതാ, കിട്ടുന്നില്ല, കിട്ടാനുള്ള സാധ്യത ഇല്ലാത്തതാണ് കൂടുതൽ ഡിപ്പാർട്ട്മെന്റ്. കിട്ടുന്ന ഡിപ്പാർട്ട്മെന്റുകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാം. ഞാൻ ആ ഡിപ്പാർട്ട്മെന്റുകളുടെ പേര് ഞാൻ ഒരിക്കൽ പറഞ്ഞപ്പോൾ ചിലരെന്നെ വിളിച്ച് പറഞ്ഞു എന്താണ് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചാണ് അങ്ങനെ പറഞ്ഞത്. ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് അറിയാം. പക്ഷെ നിങ്ങൾ ഇതൊരു ബ്രോഡ് ബ്രഷ് വെച്ചാണ് എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥരെയും വെറുക്കുന്നു എന്നുള്ള രീതി പറഞ്ഞേക്കുക. എനിക്കതിനോട് സ്വാഭാവികമായിട്ടും യോജിപ്പില്ല. പിന്നെ ഇങ്ങനെ ഇത്തരത്തിലുള്ള ഗോത്രീയമായിട്ടുള്ള സ്വീപ്പിംഗ് ആയിട്ടുള്ള കളക്റ്റീവ് പണിഷ്മെന്റ്, അതുപോലെ കളക്റ്റീവ് റിവാർഡിങ് ശരിയല്ല എന്നുള്ള വാദമാണ് ഞാൻ മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം തന്നെ അതാണ്. അതുകൊണ്ട് എനിക്ക് താങ്കളോട് വളരെ വിനയപൂർവ്വം വിയോജിക്കേണ്ടി വരുന്നു എന്ന് മാത്രം പറയാം.